ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ രണ്ടാം പിണറായി സർക്കാർ പരസ്യത്തിനായി ചെലവഴിച്ചത് 100 കോടിയോളം രൂപയാണ്. ആദ്യ സർക്കാർ 184 കോടി പരസ്യത്തിന് ചെലവഴിച്ചപ്പോൾ രണ്ടാം പിണറായി സർക്കാർ പരസ്യയിനത്തിൽ 285 കോടി രൂപയാണ് ചെലവഴിച്ചത്. പരസ്യത്തിനായി ചെലവഴിച്ച തുകയുടെ രേഖകൾ മീഡിയ വണ്ണിന് ലഭിച്ചു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെന്ന് നിരന്തരം പറഞ്ഞു വന്നപ്പോഴും രണ്ടാം പിണറായി സർക്കാർ പരസ്യത്തിനായി ചിലവഴിച്ച കണക്ക് ഞെട്ടിക്കുന്നത്. തുടർഭരണം ലക്ഷ്യമിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് പരസ്യത്തിനായി മാത്രം വിനിയോഗിച്ചത് 284 കോടി 90,06,078 കോടി രൂപ. വഴിയരികിലെ കൂറ്റൻ ഹോർഡിങ്ങുകൾക്കായി മാത്രം ചിലവഴിച്ചത് 7 കോടി 61 ലക്ഷം. പോസ്റ്ററുകൾക്ക് 2 കോടി 78 ലക്ഷവും സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ നിർമ്മിക്കുന്നതിനായി സ്വകാര്യ ഏജൻസികൾക്ക് 1,56 ലക്ഷവും നൽകി. പത്രപരസ്യങ്ങൾക്ക് വേണ്ടി നൽകിയതാകട്ടെ 161 കോടി. ഇതിനൊപ്പം ഇൻഫർമേഷൻ വീഡിയോ നിർമ്മിക്കുന്നതിനായി 37.5 ലക്ഷം രൂപ നൽകിയെന്നും കണക്കുകൾ പറയുന്നു. ഓരോ വിഭാഗത്തിനും ചിലവാക്കിയ രേഖകളും മീഡിയ വണ്ണിന് ലഭിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 184 കോടി രൂപയായിരുന്നു പരസ്യങ്ങൾക്കായി ചിലവഴിച്ചത്. രണ്ടാം പിണറായി സർക്കാർ അധികമായി ചിലവഴിച്ചത് 100 കോടിയോളം രൂപ. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 157 കോടിയായിരുന്നു പരസ്യത്തിനായി ചിലവഴിച്ചത്. മീഡിയ വൺ, തിരുവനന്തപുരം. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സുനിൽ, അപ്പോൾ രണ്ടാം പിണറായി സർക്കാരിലേക്ക് എത്തിയപ്പോൾ അതിന്റെ ആദ്യത്തെ സർക്കാർ ചെലവഴിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം തുക ചെലവഴിക്കേണ്ടി വന്നു പിണറായി സർക്കാരിന്. ആ സമയത്ത് നമുക്കറിയാം ട്രഷറി നിയന്ത്രണവും അല്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് കൂടിയാണ് ഇങ്ങനെ വാരിക്കോരി തുക ചെലവഴിച്ചതെന്ന് കൂടി കാണാം. പക്ഷേ ഇതിനകത്തൊരു വിരോധാഭാസം എന്ന് പറയുന്നത് അവസാനം ഇത്രയും തുകയൊക്കെ ചെലവഴിച്ചിട്ടും ഒടുവിൽ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നത് തിരിച്ചടിയായി എന്നുകൂടെ സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അല്ലെ, എന്തായാലും ഈ ഭീമമായ തുക ചെലവഴിച്ചതിന് സർക്കാർ ഖജനാവിൽ നിന്ന് ഇങ്ങനെ വാരിക്കോരി കൊടുത്തതിന് എന്ത് ന്യായീകരണമാണ് ഉണ്ടാവുക? ചിൽസി, മൂന്നാം ഭരണം പിടിക്കാൻ ഏതാണ്ട് 100 കോടിയോളം രൂപയാണ് പരസ്യയിനത്തിൽ അധികമായി രണ്ടാം പിണറായി സർക്കാർ ചിലവഴിച്ചതെന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ കണക്ക് പരിശോധിച്ചാൽ അതിലൊരു കൗതുകം കൂടിയുണ്ട്. അതായത് ഇതിനു തൊട്ടു മുമ്പ് ഉള്ള UDF സർക്കാർ, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ 157 കോടി രൂപയാണ് 5 വർഷം കൊണ്ട് പരസ്യത്തിനായി ചെലവഴിച്ചത്. അതിനുശേഷം വന്ന ആദ്യ പിണറായി സർക്കാർ ആവട്ടെ വലിയ വർധന ഉണ്ടായില്ല. അതുകൊണ്ട് 187 കോടി രൂപയാണ് പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചത്. പക്ഷേ മൂന്നാം ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് രണ്ടാം പിണറായി സർക്കാർ ചെലവഴിച്ചത് 284 കോടി 90,06,078 രൂപയാണ് എന്ന കണക്കാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് ഏതാണ്ട് 100 കോടിയോളം രൂപ അധികമായി ചെലവഴിച്ചിരിക്കുന്നു എന്ന കണക്കാണ്. അതിന്റെ കണക്കുകൾ കൃത്യമായി എനിക്ക് തോന്നുന്നു അല്പസമയം മുമ്പ് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അതായത് ഓരോന്നിനും വേണ്ടി എത്ര രൂപ വെച്ച് ചെലവഴിച്ചു എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളുണ്ട്. ഏതാണ്ട് വലിയ പടുകൂറ്റൻ ഹോർഡിങ്ങുകൾ റോഡരികിലൊക്കെ സ്ഥാപിക്കുന്നതിന് വേണ്ടി മാത്രം ചെലവഴിച്ചത് 7 കോടി 61 ലക്ഷം രൂപയാണ്. ഒപ്പം ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി സ്വകാര്യ ഏജൻസിക്ക് 1 കോടി 56 ലക്ഷം രൂപ നൽകി. പത്രപരസ്യങ്ങൾക്ക് 161 കോടി നൽകി. ഇൻഫർമേഷൻ വീഡിയോ നിർമ്മിക്കുന്നതിനായി 37 ലക്ഷം രൂപ ചെലവഴിച്ചു. അങ്ങനെ വലിയ തോതിൽ വാരിക്കോരി പരസ്യത്തിനായി 5 വർഷം കൊണ്ട് ചെലവഴിച്ചു എന്നതിന്റെ കണക്കാണ് പുറത്തുവരുന്നത്. നോക്കൂ, അവസാന ഘട്ടത്തിലേക്ക് ആകുമ്പോഴേക്കും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് സംസ്ഥാനം എന്ന നിലപാടിലായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് പല കാരണങ്ങൾ പറഞ്ഞിരുന്നു. കേന്ദ്ര വിഹിതം ലഭിക്കാത്തത് ഒരു കാരണമാണ്. അത്തരം പല കാരണങ്ങൾ പറഞ്ഞിരുന്നു. കേന്ദ്രത്തെ പഴിക്കുമ്പോഴും പക്ഷേ വലിയ തോതിൽ തുക വാരിക്കോരി പരസ്യത്തിന് നൽകി എന്നതാണ് ഇപ്പോൾ ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം. ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ മൂന്നാം വട്ടവും അധികാരത്തിലെത്താൻ കഴിയും എന്നുള്ള വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പരസ്യത്തിനു വേണ്ടി പണം ചെലവഴിച്ചത്. അത് പല വകയിലൂടെയാണ് ആ പരസ്യത്തിന്റെ ചെലവ് പരസ്യത്തിന്റെ ചെലവിനായി വിനിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും അതിന്റെ ഓരോന്നിന്റെയും കണക്കുകളാണ് ഇങ്ങനെ കൃത്യമായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.